അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, യാത്ര എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒന്നാണ്. യാത്ര എന്ന് പറയുന്നത് അതൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ദൂരെ വഴിക്ക് യാത്ര ചെയ്യണം. നമ്മൾ ഷൊർണൂർ ജംഗ്ഷൻ എന്നാണ് സാധാരണ യാത്ര തിരിക്കാറുള്ളത്. നമ്മൾ തൊട്ടടുത്ത് തന്നെ ഉള്ളത്, അതുപോലെ തന്നെ ദൂരെ വഴിക്കുള്ള ട്രെയിനുകളൊക്കെ സ്റ്റോപ്പുള്ളത് ഷൊർണൂർ ജംഗ്ഷനിലാണ്. ഷൊർണൂർ ജംഗ്ഷൻ്റെ രൂപരേഖയൊക്കെ ഒരുപാട് മാറിയിട്ട്, അപ്പോൾ രാത്രിയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. കാണേണ്ട രൂപത്തിൽ നല്ല വൃത്തിയും വെളുപ്പുള്ള ഒരു രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. ട്രെയിന് 10:45 തന്നെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. B6 കോച്ചിലാണ് നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എറണാകുളത്ത് നിന്നാണ് ഈ ട്രെയിന് പോകുന്നത്. ഡയറക്റ്റായിട്ട് അജ്മീറിലേക്കാണ് ഈ ട്രെയിനുള്ളത്. നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ പോകാറുണ്ട് പല ഭാഗത്തേക്കും. ഞാൻ അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ മുമ്പ് ഒരു വീഡിയോയിൽ എടുത്തിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തായാലും നമുക്ക് സീറ്റ് എടുക്കുന്ന സമയത്ത് ഞാൻ സൈഡ് സീറ്റാണ് സാധാരണ എടുക്കാറുള്ളത്. സൈഡ് സീറ്റ് എടുക്കുന്ന സമയത്ത് ഇതേപോലെയുള്ള ഒരു സ്ഥലത്തായിരിക്കും കിട്ടുക. ഇവിടെ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഡോറിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൻ്റെ ശബ്ദം നമുക്ക് സാധാരണ കേൾക്കണില്ല. നമ്മൾ മുമ്പൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് ഉറങ്ങുന്ന സമയത്ത് കാണാം പീ എന്നുള്ളൊരു ശബ്ദം കേട്ടുകൊണ്ട് നമ്മൾ ഉറക്കത്തിനൊക്കെ ഡിസ്റ്റർബായി മാറും. രാത്രി കയറുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോ ഭാഗത്തു നിന്ന് കയറുന്നവരൊക്കെ ഉണ്ടാവും. അത് കാരണം അതിൻ്റെ ഒരു ഡിസ്റ്റർബ് നമുക്ക് ഉണ്ടാവും. ഈ എസിൻ്റെ എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഡോറ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ കൈ വെക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, ഇനി അപ്പോൾ അവിടെ നമ്മൾ വർത്താനത്തിനിടയിൽ കൈയൊന്ന് അതിൻ്റെ മേലേക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഡോറ് വന്ന് അടിച്ച് കയ്യുമ്മലും നമുക്കൊരു വേദന അടിച്ച് ഒരു വേദനയൊക്കെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, യാത്ര നമ്മളൊരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മളൊരു യാത്ര പോകണം. ഒരുപാട് സന്തോഷം, ഒരുപാട് പേരെ പരിചയപ്പെടാനും അതിലൂടെയൊക്കെ നമുക്ക് അനുഭവങ്ങളൊക്കെ പങ്കിടാനൊക്കെ സാധിക്കുന്നതാണ് യാത്ര എന്ന് പറയുന്നത്. ഈ ട്രെയിന് എറണാകുളം ആലുവ, അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, അങ്ങനെ ആയിട്ട് പോവുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളിൽ മാത്രമാണ് ഈ ട്രെയിന് നിർത്തുന്നത്. ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ നമ്മളിപ്പോൾ ഈ കൊങ്കൺ വഴിയാണ് ഈ യാത്ര പോകുന്നത്. ഒരുപാട് ചതുപ്പുള്ള പ്രദേശങ്ങളിലൂടെ, ഫോറസ്റ്റിലൂടെ, അതുപോലെ തന്നെ മലകളും കുന്നുകളും ഒക്കെ കയറിങ്ങാട്ടുള്ള യാത്രയാണെന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് നോക്കി നിന്നാൽ തന്നെ ഒരുപാട് സന്തോഷങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരുന്നത്. നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും, ഒരു വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇതുപോലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് വളരെ നന്ദി.